ഇന്നാണ് നമ്മളിപ്പോൾ ഇന്നൊരു ഹബീബിൻ്റെ എൻ്റെ മത്സരത്തെ പരിപാടി. അപ്പോൾ നമ്മളുടെ ബാക്കി വീഡിയോ ഇത് അവിടെ വെച്ചിട്ടായിരിക്കും. 4 o'clock ആണ് ഗേൾസിനുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെ ബോയ്സിൻ്റെ 5:30 കഴിക്കും. അപ്പോൾ 4 o'clock ആകുമ്പോൾ നമ്മളവിടെ എത്തും ഇൻഷാല്ലാ. അപ്പോൾ അതിന് ബാക്കിയോടെ അവിടെ വെച്ചിട്ടാണ്. ബൈ. ടഫ് അമ്മക്ക് ഇത് കിട്ടുന്നില്ല. ഒന്നും കൂടി ഇപ്പോൾ ട്രൈ ചെയ്തോ, പറഞ്ഞാലോ ഇനി. حسبي ربي جل الله ما في خلقي خير الله نور محمد صلى الله لا إله إلا الله കല്ലും മലയും ആമരവും കഥനം തീർത്ത ഹബീബാരെ കരള് പകുത്തവരെല്ലാരും കണ്ണിൽ കണ്ട റസൂലാലെ. ഇപ്പൊ കിട്ടിയല്ലോ. പ്രോഗ്രാമിൽ പോയെന്ന് അടി ബാക്കിയുടെ അവിടെ ഇരിക്കും. ബൈ. 5:30 തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ 5:30 എന്നാണ് പറഞ്ഞത്. പക്ഷേ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ആൺകുട്ടികളത് ഉണ്ടാവാതെ പറഞ്ഞിട്ട് ഞങ്ങളൊരു മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. നമ്മളവിടെ പോയിട്ടും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയത്. കറക്റ്റ് ടൈമാണ് നമ്മൾ പോയത്. പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതേ ഹാളിൽ തന്നെ ആയിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. നമ്മളവിടുന്ന് ആകെ 1/4 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. ഓട്ടം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ നല്ലതാണ്. ഈ ഹാളിൽ വെച്ചിട്ടാണ്. പിന്നെ അറിയാമല്ലോ, ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ ഇങ്ങനെ സെക്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ പ്രോഗ്രാമെല്ലാം അടിപൊളിയായിട്ടാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെ കുഞ്ഞുമക്കളതെല്ലാം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ല രസമല്ല അവരെ പരിപാടിയെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ താത്താട്ടോ. പിന്നെ എൻ്റെ താത്തയെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടായിന്. പിന്നെ അവരെ മോളെ പരിപാടിയിലുണ്ടല്ലോ. അപ്പം ഞാനെന്താ ഫ്രണ്ടിൽ തന്നെ കയറി ഇരുന്നതുകൊണ്ട് നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇതാണ് നമ്മുടെ ഈ കുട്ടൻ, അഫുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവന് ഈയിടെ ഗൾഫിൽ പോയിട്ട് ഉണ്ടായിരുന്നപ്പോൾ അവനക്ക് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. പിന്നെ അവൻ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. പിന്നെ അവന് മദ്രസ പോകാനൊന്നും ഇഷ്ടമേ ഉണ്ടായിട്ടില്ല, ഈ ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവന് ഹാപ്പി. ഇതാണ് നമ്മുടെ അഷ്റഫ് ഉസ്താദ്. നല്ല വൃത്തി പിന്നെ എല്ലാ കുട്ടികളും നല്ല വൃത്തിക്ക് ഓൾമോസ്റ്റ് നല്ല വൃത്തിക്ക് പാടിന്. പിന്നെ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാനെല്ലാം പ്രോഗ്രാമെല്ലാം. അടുത്തത് എൻ്റെ അഫൂസിൻ്റെ പാട്ടാണ്. മാഷാ അല്ലാ, നല്ല വൃത്തിക്ക് തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. അവനക്ക് ലാസ്റ്റ് ലൈൻ കിട്ടാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, നല്ല വൃത്തിക്ക് അവൻ പാടി, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടുത്തത് കുഞ്ഞുമക്കളെ ഫ്ലവർ ഷോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോൻ്റെ ഉണ്ട്. ഇനി ഈ പ്രാവശ്യം 1ാം ക്ലാസ്സിൻ്റെ ആണല്ലോ ഫ്ലവർ ഷോ. നല്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു മക്കളത്. പിന്നെ കുഞ്ഞുങ്ങളെന്ത് കളിച്ചാലും രസമാണല്ലോ. പിന്നെ രസതാ എല്ലാ കുഞ്ഞുമക്കളും ക്യാമറ പിടിച്ചിട്ട് സ്റ്റേജിൻ്റെ മുന്നിൽ നിന്നൊരു വീഡിയോ എടുക്കാതെ പിന്നെയും കാണാൻ രസം. നോക്കി എന്താ അറിയില്ല ഗൈസ്, ഇതിൻ്റെ എല്ലാം മ്യൂസിക് ഇടാൻ പറ്റുന്നില്ല, കോപ്പി റൈറ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാം മ്യൂസിക് കട്ടാക്കാൻ പോയത്. അതുകൊണ്ടാണ് ഇതൊന്നും മ്യൂസിക് ഇല്ലാത്തത്. പിന്നെ ഇവൻ എനിക്ക് കൈമ കിട്ടിയിട്ടേ ഇല്ല. അവൻ ഇത്താത്തയും കാക്കെല്ലാം കുറേ ഇത്താത്തനും കാക്കന്മാരെല്ലാം കിട്ടിയപ്പോൾ അവരെ ബാക്കിൽ തന്നെ. പിന്നെ ഈ സമ്മാനം കണ്ടിട്ട് കുറേ പ്രാവശ്യം അവനത് നോട്ട് ചെയ്ത് വെച്ച് അതെടുക്കാൻ വേണ്ടി കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ദഫ് തുടങ്ങി. പിന്നെ ഇവന് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഓന് കുറേ ഇക്കാക്കന്മാരെ ഇത്താത്തമാരെല്ലാം കിട്ടിയപ്പോൾ അവരെ കൂടെ ഇങ്ങനെ അങ്ങ് ഓടിച്ചാടി കളിച്ചു. പിന്നെ ഗിഫ്റ്റിൻ്റെ മേലെ അവൻ്റെ മാക്സിമം കണ്ണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇസ്സത്ത് ഉസ്താദിൻ്റെ പാട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ഉസ്താദ് പാടും.
അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഇഷ നിസ്കരിക്കാൻ വേണ്ടി പോയി. നിസ്കരിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ടായിന്. അവിടെ വെച്ച് ഞാൻ കുറച്ച് കുട്ടികൾ ഗേൾസിനെ പരിചയപ്പെട്ടിട്ട് നല്ല കുട്ടികളാണ് കേട്ടോ. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വേഗം സബ്സ്ക്രൈബെല്ലാം ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്യാമെന്നെല്ലാം പറഞ്ഞ് അവരിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. പിന്നെ ഗ്ലാസ് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. ഒന്നും പറയാൻ വാക്കുകളില്ല. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നേ അല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഒരു അനുഭവം ഒരാൾക്കും ഇല്ലാണ്ട് കേട്ടോ. ആമി ഭയങ്കര ഫീലായിട്ടുണ്ടായിരുന്നു. നല്ല ഹൃദയം പൊട്ടുന്നുണ്ടായിരുന്നു. ഇത് കാണാൻ പറ്റുന്നില്ല. പിന്നെ കുട്ടികളെ കവാലി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ സമ്മാനദാനമായി. ഇവിടെ പിന്നെ കോമ്പറ്റീഷനൊന്നുമില്ല. ഇതങ്ങനെ ഓരോ ക്ലാസ്സിലെ കുട്ടികളെ റൗണ്ടാക്കി വെച്ചിട്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് അങ്ങനെ എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും. അപ്പോൾ കുട്ടികൾക്കൊന്നും ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ. പങ്കെടുക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും അടുത്ത പ്രാവശ്യമായാലും. പിന്നെ പൊതുപരീക്ഷൻ്റെ എക്സാമിൻ്റെ എല്ലാം അങ്ങനത്തെ എല്ലാം പ്രത്യേകം കൊടുക്കലാണ്ട് ഉസ്താദന്മാർക്കും ഉണ്ടായിരുന്നു സമ്മാനം. അവരെ അനുമോദിക്കുന്ന പോലെ സമ്മാനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സന്തോഷമില്ലല്ലേ. നമ്മളെ മക്കളെ പഠിക്കുന്ന ഉസ്താദന്മാർക്കെല്ലാം സമ്മാനമെല്ലാം കൊടുക്കാമെന്ന് അവർക്കൊരു സന്തോഷമാണ്. പിന്നെ കുട്ടികൾക്കും ഉണ്ടായിന്. പിന്നെ എല്ലാ മക്കൾക്കും ഒരുപോലെ സമ്മാനം എടുക്കുക. അവർക്കൊരു വിഷമമില്ല അങ്ങനായിട്ട്. പിന്നെ അഫുവിൻ്റെ ഗിഫ്റ്റ് ആണെങ്കിലും ഒരാൾക്കും കൊടുക്കാണ്ട് ഞാനിങ്ങനെ കൈമ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും കൊടുത്തിട്ടുണ്ടായില്ല. പിന്നെ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലേക്ക് പോയി. ഇത്രയേ ഉള്ളൂ നബിദിനത്തിൻ്റെ പ്രോഗ്രാമിൻ്റെ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ടാറ്റാ ബൈ ബൈ. അടുത്ത